ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതുപോലത്തെ കുറച്ച് മൾട്ടി കളർ ബീഡ്സ് വെച്ചിട്ട്, മൾട്ടി കളർ തന്നെ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു മൾട്ടി കളറാണ്, ബീഡ്സാണ്. ഒരു 6 mm ആണ് ബീഡ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ അതും ഇതേപോലത്തെ ഇലാസ്റ്റിക്കും വെച്ചിട്ട് ഞാൻ ഒരു ഹെയർ ബാൻഡെന്നോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് പോലെ നമ്മൾ ഉണ്ടാക്കില്ലേ, അതുപോലെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മുടിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എയർ ആക്സസറീസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് നോക്കുക. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ത്രെഡ് വെച്ചിട്ടാണ് ഈ നൂലുകളൊക്കെ കോർത്തിട്ടുള്ളത്. ഇത് പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റേത് ഞാൻ ബ്ലാക്ക് ത്രെഡ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് വെച്ചിട്ട് കോർത്താലും കുഴപ്പമില്ല. അപ്പോൾ ബ്ലാക്ക് ത്രെഡ് കുറവുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇലാസ്റ്റിക് വെച്ചിട്ടാണ് ഒരെണ്ണം കോർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. 2 സൈഡിലും കുഞ്ഞു മക്കളാകുമ്പോഴൊക്കെ കെട്ടി ഉപയോഗിച്ച് സ്കൂളിലൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ടാണ് ഒരെണ്ണം ഞാൻ ഈ ബീഡ്സൊക്കെ കോർത്ത് എടുത്തിട്ടുള്ളത്. ഇലാസ്റ്റിക്കും ഇതിന് നമുക്ക് ആവശ്യമാണ് കേട്ടോ. ഇതുപോലത്തെ ഇലാസ്റ്റിക്കും നമുക്ക് ആവശ്യമാണ്. മാസ്കിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇത്. ഇത് വെച്ചിട്ടാണ് ബീഡ്സിൽ കോർക്കാനും റബ്ബർ ബാൻഡിനുമായിട്ടും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഇത് ഡയറക്റ്റ് നമുക്ക് കയറില്ല. കണ്ടോ, ഇത്രയും വണ്ണുള്ള ഇലാസ്റ്റിക്കും ഹോള് അതിനനുസരിച്ച് വലുപ്പമല്ല, അതിനായിട്ട് കുറച്ചും കൂടി ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് കയറില്ല. അപ്പോൾ നമുക്കിത് ഒരു ത്രെഡ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം. ത്രെഡോ അല്ലെങ്കിൽ നമുക്ക് ടങ്കീസോ ഉപയോഗിച്ചിട്ട് നമുക്ക് കയറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ടങ്കീസ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. ടങ്കീസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇതേപോലെ കോർത്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് ഈ ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇത് സിൽക്കി ത്രെഡാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കോർക്കാൻ കുറച്ച് പാടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു 4 മടക്കാക്കിയിട്ടാണ് ഞാനിത് എടുത്തേക്കണത്. ഇതുപോലെ നമ്മൾക്ക് 4 മടക്കാക്കിയിട്ട് എടുക്കണം. 2 മടക്ക് ഞാൻ മടക്കിയിട്ടുണ്ട്. ഇനി ഒരു മടക്കും കൂടി മടക്കിയിട്ട് നമുക്ക് ഇത് കോർത്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നമ്മൾ 2 അറ്റവും ഇതുപോലെ കൂട്ടിപ്പിടിച്ചിട്ട് ഒന്ന് പിരിച്ചു കൊടുക്കണം. അതിൻ്റെ തുമ്പൊന്ന് കൈവച്ച് നല്ലോണം നമ്മളൊന്ന് പിരിച്ച് ലെവലാക്കി എടുക്കണം. ഒപ്പം അല്ലെങ്കിൽ നമ്മൾ കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കണം. ഇതിൻ്റെ എൻഡ് ഭാഗം കണ്ടോ, ഇവിടെ ഒരു ഹോള് കണ്ടോ, ഈ ഹോളിലൂടെയാണ് നമുക്ക് ഇലാസ്റ്റിക് കയറ്റി എടുക്കേണ്ടത്. ഈ ഇലാസ്റ്റിക് നമ്മൾ ഈ ഹോളിലൂടെ കയറ്റുകയാണ്. ഈ ഇലാസ്റ്റിക്കിന് വണ്ണുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഡയറക്റ്റ് ഇത് കയറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു ത്രെഡിൻ്റെ ഹെൽപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ഈ ത്രെഡ് നമ്മൾ ഈ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കയറ്റിയെടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് വലിച്ചെടുക്കാം. ഇത് വലിക്കുമ്പോൾ ഈ ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണുണ്ടോ, ഇതുപോലെ കയറ്റിയെടുക്കാം. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒറ്റ ഇലാസ്റ്റിക്കിലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 2 ഇലാസ്റ്റിക്കിലാണ് ഇത് കയറി വന്നിട്ടുള്ളത്. നമ്മൾ ആ ത്രെഡ് ഉപയോഗിച്ച് കോർത്തുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ആക്കിയെടുക്കാം. ഇനി ഇവിടെ ഒരു ചെറിയൊരു കെട്ട് കൊടുക്കണം. ഇതിൻ്റെ ഒരു എൻഡിലായിട്ടാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു കെട്ട് കൊടുത്ത് നല്ലതുപോലെ ടൈറ്റ് ആക്കിയിട്ട് ഈ ബീഡ്സ് നമുക്ക് ആ കെട്ടിൻ്റെ അടുത്തേക്ക് വലിച്ച് കൊണ്ടുവരാം. കണ്ടോ, ഇതുപോലെ നമുക്ക് കെട്ടിയെടുക്കണം. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമുക്കൊരു ബീഡ്സ് കോർത്തെടുക്കാനുണ്ട്. അപ്പം അതിന് നമുക്ക് ആ ത്രെഡ് ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് ആ ത്രെഡ് വീണ്ടും ഇട്ടിട്ട് ഇതുപോലെ ഒരു ബീഡ്സും കൂടിയും കോർത്തെടുക്കണം. അപ്പോൾ ത്രെഡ് ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് അതിൻ്റെ തുമ്പൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് നനച്ച് കൊടുക്കുക, എന്നിട്ട് കോർത്തെടുക്കുക. അല്ലെങ്കിൽ ഇത് കോർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ടങ്കീസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വന്ന് കോർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2ാമത്തെ ബീഡ്സും ഞാൻ ഇതുപോലെ കോർത്തിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റേ ബീഡ്സിൻ്റെ അടുത്തേക്ക് നമുക്ക് കൊണ്ടുപോകാം. കണ്ടോ, ഇതുപോലെ വലിച്ച് അതിൻ്റെ അടുത്തേക്ക് നമ്മൾ ചേർത്ത് വെക്കുകയാണ്. ചേർത്ത് വെച്ച് ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് കെട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കെട്ടിട്ടിട്ട് നമുക്ക് ഒരു
ചെറിയൊരു ഗ്യാപ്പ് ഈ രണ്ട് ബീഡ്സിൻ്റെ ഇടയിലും വേണം. ഇതുപോലെ കണ്ടോ, ഇതുപോലെ നമുക്കൊരു ഗ്യാപ്പ് വേണം. എന്നിട്ട് നമുക്ക് ഈ രണ്ട് ഭാഗത്തും എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയാം. എക്സ്ട്രാ വന്ന് എടുക്കണണ്ട, അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് ചെറുതായിട്ട്, അപ്പോൾ അത് നമുക്ക് ആ തുമ്പും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതുപോലത്തെ ഒരു 6 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഞാൻ 6 എണ്ണം ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല, ഒരെണ്ണം കൂടി നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇതുപോലത്തെ കാണിക്കും. ബാക്കി ഞാൻ ഉണ്ടാക്കി വെച്ചത് കാണിക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലത്തെ ഒരെണ്ണം കൂടി നമുക്ക് ഒന്ന് ഉണ്ടാക്കി കാണിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് ഉണ്ടാക്കാം. വീണ്ടും ആ ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ഇലാസ്റ്റിക് കയറ്റി കൊടുത്ത്, ഇത് മനസ്സിലാവാത്തവർക്കാണ് കേട്ടോ വീണ്ടും ഞാൻ കാണിക്കുന്നത്. ഇനി വീണ്ടും നമുക്ക് ഇതേപോലെ ബീഡ്സ് കയറ്റി കൊടുക്കാം. എൻ്റെ ഫോണിൻ്റെ ക്യാമറക്ക് ഒരു ഇത്തിരി ഷെയ്ക്ക് ഉണ്ട്, ഒരു ലെവലിലല്ല ഇരിക്കണം, അതുകൊണ്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നണ്ട. അപ്പോൾ ഇത് മറ്റേത് കോർത്ത പോലെ ഒന്നും കോർത്തിട്ട് മാറ്റി വെച്ചിട്ടല്ല കോർക്കുന്നത്, രണ്ടും ഒരുമിച്ച് തന്നെയാണ് ഞാൻ കോർക്കുന്നത്. അപ്പോൾ വേഗം നമുക്ക് പണി കഴിയും, കുറച്ചും കൂടി എളുപ്പം. ഇതുപോലെ നമുക്കൊന്ന് വലിച്ചെടുക്കാം. ഇത് വലിയ ഇലാസ്റ്റിക് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കോർത്തെടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയല്ലോ. ഇതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു കെട്ടിട്ട് കൊടുക്കുക. വീണ്ടും അതിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുക. അതുപോലെ തന്നെ മറ്റേ ബീഡ്സ് നമുക്ക് ഇതിൻ്റെ അടുത്തേക്കൊന്ന് അടുപ്പിച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ അടുപ്പിച്ചിട്ട് ഒരു കെട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇത്തിരി ഉരുണ്ട ടൈപ്പാണ് ഈ ഇലാസ്റ്റിക്, ഇത്തിരി വണ്ണുള്ള ടൈപ്പാണ് കേട്ടോ. നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് കടയിൽ ചോദിച്ചാൽ. പല ടൈപ്പിൽ ഇപ്പോൾ വരുന്നുണ്ട്, പരന്ന ടൈപ്പും ഉരുണ്ട ടൈപ്പും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കാം, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു 6 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ബാൻഡിലേക്ക് കോർത്ത് കാണിക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ഇലാസ്റ്റിക് നേരത്തെ കോർത്ത അതേ ഇലാസ്റ്റിക് തന്നെ നമുക്കൊരു 8 ഇഞ്ച് നീളത്തിലെടുക്കണം. 8 ഇഞ്ച് നീളത്തിലെടുത്ത് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് രണ്ട് സൈഡും കൂടി ഒന്ന് കൂട്ടിക്കെട്ടിയെടുക്കണം കേട്ടോ. രണ്ടിൻ്റെ തുമ്പും കൂടി ഒന്ന് കൂട്ടി നമ്മൾക്ക് അവിടെ ഒരു കെട്ട് കൊടുക്കണം. ഇതുപോലെ നമ്മൾ കെട്ടിയെടുക്കുക, ടൈറ്റ് ചെയ്ത് കെട്ടണം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു റബ്ബർ ബാൻഡ് പോലെ, ഒരു എയർ ബാൻഡിൽ തന്നെ നമ്മൾ ഇടുന്ന ഒരു റബ്ബർ ബാൻഡ് കണ്ടിട്ടുണ്ടോ, അതുപോലത്തൊക്കെ വരും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിൽ വെച്ചിട്ട് കോർത്തെടുക്കാം, കെട്ടിട്ടെടുക്കാം. ഇപ്പോൾ ഒരു 3 എണ്ണം നമുക്ക് ആദ്യം വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഓരോന്നായി നമുക്കിതുപോലെ വെച്ചിട്ട് ഞാനൊന്ന് മടക്കി പിടിക്കുന്നുണ്ട്, പെട്ടെന്ന് പോകാതെ ഇരിക്കാനാണ്. വീണ്ടും ആ മടക്ക് തുറന്നിട്ട് ഇതേപോലെ വെച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ വെക്കണമെന്നില്ല, അത് ഞാൻ കയ്യിൽ നിന്ന് പെട്ടെന്ന് വിട്ട് പോകാതിരിക്കാനാണ് അങ്ങനെ മടക്കി പിടിച്ചിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് 3 എണ്ണം വെച്ചിട്ട് വലിച്ചിട്ട് നമുക്ക് ഇതുപോലെ നേരത്തെ ആ നൂലിൻ്റെ ഹോള് കാണിച്ച പോലെ തന്നെ ഇതിൽ കണ്ട ഒരു ഹോള്, ആ ഹോളിൽ കൂടി ആ കെട്ട് നമുക്ക് വലിച്ചെടുക്കണം. വലിച്ച് നല്ല ടൈറ്റാക്കി എടുക്കുക. കണ്ടോ, ഇതുപോലെ നന്നായി ടൈറ്റാക്കി എടുക്കുക. അപ്പം നമുക്ക് നേരത്തെ കാണിച്ച ആ ഒരു ഹെയർ ബാൻഡ് പോലെ തന്നെ ആയിട്ടുണ്ട്. ഇതൊരു സൈഡാണ് കേട്ടോ, നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡല്ലേ. ഇനി നമുക്ക് മറ്റേ സൈഡും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ പിടിച്ചിട്ട് ഓരോന്നോരോന്ന് അവിടെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം കുറച്ച് വിടണമെന്ന് പറഞ്ഞ ഇതുകൊണ്ടാണ്. ഈ സെൻറ്റർ ഭാഗത്ത് കൂടിയാണ് ഈ ലാസ്റ്റിക് കെട്ടിട്ടിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ കെട്ട് കുറച്ച് ഹോളാക്കി പിടിക്കണം. ആ കെട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു ഹോളാക്കി പിടിച്ചിട്ട് ഇപ്പുറത്ത് നേരത്തെ ചെയ്ത് വെച്ചത് നമുക്കതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയെടുക്കാം. കണ്ടോ, ഈ ഹോളിലൂടെ നമുക്ക് ഈ ഉണ്ടാക്കിയ ബീഡ്സ് നമുക്ക് കയറ്റിയെടുക്കണം. ഇനിയൊന്ന് ടൈറ്റ് ചെയ്ത് അതുപോലെ നേരത്തെ വലിച്ച പോലെ തന്നെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നമ്മളൊന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കെട്ട് നമുക്ക് ഉള്ളിൽ പോകുന്ന വിധത്തിൽ ഒന്ന് വലിച്ച് ടൈറ്റാക്കി എടുക്കണം. കണ്ടോ, അപ്പോൾ അത് വലിച്ചപ്പോൾ ആ കെട്ട് ആ ബീഡ്സിനോട് കൂടെ ചേർന്ന് പോയി.
ഇങ്ങനെ വലിച്ച് അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് ഇതേപോലെ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു സൈഡിൽ വേണമെങ്കിൽ ഒരു സൈഡിൽ ഉണ്ടാക്കി പഠിക്കാം, രണ്ട് സൈഡിലും വേണമെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലത്തെ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, പണ്ടൊക്കെ നമ്മളെ ഗൾഫിൽ നിന്ന് വന്നിട്ട് ആൾക്കാർ കൊണ്ടുവന്ന ഗൾഫിലുള്ളവരൊക്കെ കൊണ്ടുവരുന്ന ഒരു തരം മുടിയിലിടുന്ന ഒരു ഹെയർ ബാൻഡായിരുന്നു ഇത്. ഇപ്പോഴും വാങ്ങിക്കാനൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മളൊക്കെ കുഞ്ഞുനാളിൽ ഇങ്ങനത്തെ ഒക്കെ കുറേ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇത് കണ്ടപ്പോൾ നമുക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും. ഇനി നമ്മളുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും ഉപയോഗിക്കാം. ഇത് കണ്ടോ, കുട്ടികളുടെ മുടിയിൽ രണ്ട് സൈഡിൽ ഇത് നമുക്ക് കെട്ടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് മൾട്ടി കളറാകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇത് ഒറ്റ സൈഡായിട്ട് നമുക്കിതുപോലെ കോർത്തെടുക്കാം, രണ്ട് സൈഡായിട്ടും കോർത്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ പൊട്ടിയ മാലകളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതിൽ വലിയ ബീഡ്സുകളുണ്ടെങ്കിൽ നമ്മളിതുപോലെ കോർത്തെടുക്കുക, ചെറിയ ഇലാസ്റ്റിക്കോ റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നമുക്ക് ബൈ ബൈ.